الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ അകവും പുറവും ഒരുപോലെ ശുദ്ധിയുള്ളവരായിരിക്കണം എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ തന്നെ ആകണം എന്ന് കാർക്കശ്യം പുലർത്തേണ്ടവരും അങ്ങനെയൊക്കെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ്. ഈ വിഷയം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അകവും പുറവും എപ്പോഴും ശുദ്ധിയുള്ളവരായിരിക്കുക എന്നുള്ള വിഷയം നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നമ്മളത് മനസ്സിലാക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ പരിശുദ്ധ റമദാനിൻ്റെ ഓരത്താനുള്ളത്. റമദാൻ നോമ്പ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തെ മുഴുവനായും റമദാനിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് കാണുകയും അങ്ങനെ റമദാനിൽ നോമ്പെടുക്കാനുള്ള ആ ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായി ശഅബാനിൽ കൂടുതൽ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ട് മാതൃക കാണിച്ചു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ശഅബാൻ സുന്നത്തായ നോമ്പ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമാക്കി എന്നുള്ളത് സ്വഹാബികൾ തന്നെ അവിടുത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ ധാരാളമായ നോമ്പ് നോൽക്കും. അപ്പോൾ നോമ്പ് ഇങ്ങനെ തുടർച്ചയായി നോൽക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇങ്ങനെ, കുറെ ആയല്ലോ നോമ്പിൽ തന്നെയാണല്ലോ എന്ന അർത്ഥത്തിലൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ദാലിക ശഹ്റുൻ യഗ്ഫലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. റമദാനിനും റജബിനും ഇടയിൽ വരുന്ന ഈ ശഅബാനില്ലേ, ജനങ്ങൾക്കിടയിൽ ഒരു വേള അശ്രദ്ധ വരാൻ സാധ്യതയുള്ള ഒരു മാസമാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളിൽ നിന്ന് ഒരു വാർഷിക കണക്കെടുപ്പ് എന്നുള്ള നിലക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളെ ഉയർത്തുന്ന ഒരു പ്രവർത്തനം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉണ്ടാവുന്നുണ്ട്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിലേക്ക് അഅമാലുകൾ ഉയർത്തപ്പെടുക. അത് എല്ലാ ദിവസങ്ങളിലുമുള്ള ഒരു ഉയർത്തപ്പെടലുണ്ട്. ആഴ്ചകളിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആ നിലക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വർഷത്തിന്റെ ഒരു കണക്കെടുപ്പ് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്നുള്ള നിലക്ക് അത് ഈ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അഥവാ പിന്നെ ഒരു ഷഅബാനിൽ അതിന്റെ ആ രീതിയിൽ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട്, ഉയർത്തപ്പെടുക എന്നുള്ള റബ്ബിലേക്ക് അതിന്റെ കണക്കെടുപ്പ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞു, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിമുൻ. ഞാൻ ഐച്ഛികമായി നോമ്പെടുത്തുകൊണ്ട് എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ റമളാൻ ഷഅബാൻ ആ അർത്ഥത്തിലൊരു പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് എന്തുകൊണ്ട് എന്റെ അകം ശുദ്ധിയുള്ളതാകണം, എന്റെ പുറം ശുദ്ധിയുള്ളതാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഒരു കാർക്കശ്യം കാണിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷഅബാനിന് ആ അർത്ഥത്തിൽ ഒരു പ്രാധാന്യം കൽപ്പിച്ചു. ആ പ്രാധാന്യം കൽപ്പിച്ച ഹദീസുകൾ പറയുമ്പോൾ ചിലപ്പോ നമ്മൾ കേൾക്കാറുള്ള ഒരു ഹദീസിന്റെ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷഅബാൻ 15 പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെ ചില ധാരണകൾ ആളുകൾക്കിടയിലുണ്ട്. ആ ധാരണ മാത്രമല്ല, അത് വല്ലാതെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നലത്തെ ദിവസത്തിൽ ഒരുപാട് ആളുകൾ നോമ്പ് നോറ്റിട്ടുണ്ടായിരിക്കും. ഇന്നലെ ഷഅബാൻ 15 ബറാത്തിന്റെ ദിവസമാണ്. ആ ബറാത്ത് എന്നുള്ള ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഇന്ന് നോറ്റവരുണ്ടാകും, അത് ഇന്നലെ നോറ്റവരുണ്ടാകും. അങ്ങനെയൊക്കെ ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ദിവസം ബറാത്ത് എന്നുള്ള നിലക്ക് ഷഅബാൻ 15. പക്ഷെ ഷഅബാൻ 15 ബന്ധപ്പെട്ട് മാത്രം ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഷഅബാൻ ആയി കഴിഞ്ഞാൽ പിന്നീട് കുറെ നോമ്പനുഷ്ഠിക്കുക. അതിൽ 15 പെട്ടേക്കാം, അത്രയേ ഉള്ളൂ. കുറെ ദിവസം നോമ്പനുഷ്ഠിക്കും. സ്വഹാബികൾ ചോദിക്കും, കുറെ ആയല്ലോ റസൂലെ നോമ്പില്. അങ്ങനെ ചോദിക്കുന്നിടത്തോളം ആകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കുറെ ദിവസം നോമ്പ് ഉണ്ടാകൂല. അങ്ങനെയൊക്കെ ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ ഷഅബാനിന്റെ 15 മാത്രം ഒരു നോമ്പ് ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഷഅബാൻ 15 ബന്ധപ്പെട്ട് മാത്രം പറയുന്ന, ഷഅബാൻ 15 എന്ന് പറയുന്ന എല്ലാ ഫضലുകളും പറഞ്ഞിട്ടുള്ള, അതിന്റെ ഫضലുകൾ പറയുന്ന, അതിന് ഇന്ന കാര്യമുണ്ടെന്ന് പറയുന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ്. മഹാനായ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെയുള്ള ഹദീസ് പണ്ഡിതന്മാരൊക്കെയും സ്വഹീഹാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹദീസിന്റെ പരമ്പര നോക്കുമ്പോൾ ദുർബലമായ ഒരു ഹദീസ് മാത്രമാണ് ഒരല്പമെങ്കിലും ആരെങ്കിലും ഒരാൾ ഈ വിഷയത്തിൽ സ്വഹീഹാണ് എന്ന് പറഞ്ഞൊരു ഹദീസ് ഉള്ളൂ. അതെന്താണെന്നറിയോ? അതിൽ തന്നെ നോമ്പ് വെൽക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഇന്നല്ലാഹ യത്ലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15 അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിലേക്ക് ഇങ്ങനെ നോക്കും, പ്രത്യേകമായൊരു നോട്ടുണ്ടാകും. അതായത് നമുക്കറിയാലോ, അതൊരു സ്വഹീഹായ ഹദീസ് അല്ലട്ടോ. ഇബ്നു ലുഹൈഅ എന്ന് പറയുന്ന ഒരു ആൾ ദുർബലനായ മനുഷ്യനാണ്, മൗദൂആയ നിലക്ക്, നിർമ്മിതമായ നിലക്ക് ഹദീസുകൾ ഉദ്ധരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഹദീസ് പണ്ഡിതന്മാർ ഇബ്നു ലുഹൈഅ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുകയും കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള ദുർബലമായ ഹദീസ് മാത്രമാണത്. ഷെയ്ഖ് അൽബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അത് സ്വഹീഹാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു വീക്ഷണമാണ്. ഇബ്നു ഹിബ്ബാനും അങ്ങനെ സംസാരിച്ചത് ആ ഒരു തരത്തിൽ മാത്രമാണ്. എന്നാലോ ഹദീസിന്റെ പരമ്പര നമ്മൾ പഠിക്കുമ്പോൾ അത് കൃത്യമായി നിരൂപണം ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുള്ളത്, കൃത്യമായ നിരൂപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് അൽബാനിക്ക് ആ വിഷയത്തിൽ
വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള നിരീക്ഷണമല്ല, അഥവാ ദുർബലമാണ് എന്നുള്ളതാണ്. അതിൽ പോലും നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യമാണ്. നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതിലെന്തേ പറഞ്ഞിട്ടുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് നോക്കുന്ന, അല്ലെങ്കിൽ യത്വലിഉ, അടിമകളെ കാണുന്ന, ആ തരത്തിൽ അടിമകളെല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകമായ നോട്ടവും കാഴ്ചയും ഉണ്ടാകുന്ന ഒരു ദിവസമാകുന്നു അത് എന്ന് പഠിപ്പിക്കപ്പെടുകയും, എന്നിട്ട് നോമ്പോൽക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് ആളുകൾക്ക് പുറത്തു കൊടുക്കും അള്ളാഹു പുറത്തു കൊടുക്കും, മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കും. എങ്ങനെയാ പുറത്തു കൊടുക്കുന്നത്? രണ്ട് കൂട്ടർക്കൊഴികെ പുറത്തു കൊടുക്കും എന്നാണ് ഹദീസിലുള്ളത്. ഏതാ രണ്ട് കൂട്ടർ? ഒന്ന് ശിർക്കില്ലാത്ത മനുഷ്യന്മാർ, മറ്റൊന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പക, വിദ്വേഷം, പിണക്കം, അസൂയ, ഇങ്ങനെയുള്ള കുറെ പോരായ്മകൾ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുമല്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇല്ലാത്ത മശാഹിൻ എന്ന ഒരൊറ്റ വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. ആ തരത്തിൽ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പിണക്കങ്ങളും ഇതൊന്നും ഇല്ലാത്ത വണ്ണം കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് ആ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ വചനത്തിൽ, അത് ഹദീസ് സ്വഹീഹായ ഹദീസല്ല, ആ ഒരു വചനത്തിൽ വന്നിട്ടുണ്ട് എന്നതല്ലാതെ വേറൊന്നും വന്നിട്ടില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ വിഷയമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ആ വന്ന ഹദീസിൽ തന്നെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു വിഷയം എന്തേ ഉള്ളൂ? ആ വചനത്തിൽ വന്നിട്ടുള്ളത്, നമ്മൾ ഒരു ഇബാദത്തിന്റെ, ഒരു വലിയ ഇബാദത്തിന്റെ വക്കിലാണുള്ളത്. റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ആ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ അകവും പുറവൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ടായിരിക്കണം റമളാനിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു വലിയ മെസ്സേജ്. അത് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. ഖുർആൻ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ അടിമകളായിട്ടുള്ള സത്യവിശ്വാസികൾ അവരുടെ അകവും പുറവും ശുദ്ധിയുള്ളവരായിരിക്കണം. എന്നാലോ പ്രത്യേകമായ സന്ദർഭങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചനുസരിച്ച് തൗബയോടുകൂടി, ഇസ്തിഗ്ഫാറോടുകൂടി ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു മാസത്തെ പ്രത്യേകമായ ആരാധനകളെ, നോമ്പാകുന്ന ആരാധന, നിർബന്ധമായ ആരാധന പ്രത്യേകമായി കൊണ്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണല്ലോ. ആ റമദാൻ എത്തിക്കഴിഞ്ഞാൽ കുറേയേറെ ഇബാദത്തുകളെ കൊണ്ട് നമ്മൾ സജീവമാവുമല്ലോ. അതിലേക്ക് വരുമ്പോൾ നമുക്കൊരു മുന്നൊരുക്കം വേണം. ആ അർത്ഥത്തിൽ നമ്മളൊരു തൗബ വേണം, ശിർക്ക് വരാതിരിക്കണം, പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാക്കണം, ഇത്യാദി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ടു എന്നുള്ള നിലക്കൊരു ആശയത്തെ സ്വീകരിക്കുമ്പോൾ ആ അർത്ഥത്തിൽ നമുക്കതിന് പ്രാധാന്യം കൽപ്പിക്കാം എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇബാദത്ത് ചെയ്യാൻ ആ ഹദീസിൽ പോലും ഒരു പ്രത്യേകമായിട്ടുള്ള കൽപ്പന എവിടെയും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളിൽ ശിർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധത്തെ എല്ലാ അർത്ഥത്തിലും വിശുദ്ധമാക്കിയെടുക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ഇതൊരു വലിയ കാര്യമാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ പരിശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ട് അതുണ്ടാവണം. റബ്ബുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധം അഭേദ്യമാവുക, സുദൃഢമാവുക. ആ ബന്ധം സുദൃഢമാകണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് ശിർക്ക് പോലെയുള്ള എല്ലാ തരത്തിലുമുള്ള പാതകങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തിയുള്ള ഒരു ഈമാനും ആ അർത്ഥത്തിലുള്ള അമലു സ്വാലിഹാത്തും വേണം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് ആർക്കാ മനപ്പാടില്ലാത്തത്? ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും ആ ആയത്ത് ഓതുമ്പോൾ ഒരു വേള നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ചേർത്ത് വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു റസൂൽ, ഒരു ബശർ മാത്രമാകുന്നു, ഒരു മനുഷ്യൻ തന്നെയാകുന്നു. യൂഹ ഇലയ്യ, എനിക്കുള്ളൊരു പ്രത്യേകത നിങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് അള്ളാഹുവിന്റെ വഹയ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് എന്ന് നബിയെ നിങ്ങൾ അവരോട് പറയേ. എന്നിട്ട് പറയുന്നു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അവന്റെ റബ്ബിനെ ആരെങ്കിലും കണ്ടുമുട്ടണം എന്ന് കൊതിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ആഗ്രഹം സാധ്യമായി തീരണമെങ്കിൽ അയാൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ രണ്ടെണ്ണം അള്ളാഹു ഇവിടെ പറയുന്നു. ഫൽയഅമൽ അമലൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു കൊള്ളണം. ആ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ വലാ യുശ്രിക ബിഇബാദത്തി റബ്ബിഹി അഹദ, അവന്റെ റബ്ബിൽ ഒരാളെയും ശിർക്ക് ചെയ്യാത്തവണ്ണം പൂർണ്ണമായും മനസ്സ് വിശുദ്ധമായിട്ടുള്ള തരത്തിലേക്ക് അകം വിശുദ്ധമായ ഒരു ജീവിത രീതി അയാൾക്ക് വേണം. നമ്മൾ സ്വീകരിക്കുന്ന ഏത് സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് ഇബാദത്തുകളുടെ കാര്യത്തിലും അകം ശുദ്ധിയാണോ എങ്കിൽ റബ്ബിന്റെ അടുക്കൽ കബൂലാവുകയുള്ളൂ, സ്വീകരിക്കുക
ലഭിക്കുകയുള്ളൂ എന്നുള്ള ആശയത്തെ അള്ളാഹു നമുക്ക് നൽകുന്നു. അതാണ് ആ ആയത്തിലുള്ളത്. അത് കൃത്യമായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെ വിശദീകരിച്ചപ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെയും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ വെച്ചുകൊണ്ട് ആ ആയത്ത് വെച്ചുകൊണ്ടൊക്കെ വിശദീകരിച്ച ഒരു സുപ്രധാനമായ ഒരു വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വഹാബിയോട് മറ്റൊരു സ്വഹാബിയുമായി രണ്ട് സ്വഹാബികൾ തമ്മിലുള്ള സംസാരം. ആ സംസാരത്തിൽ പറയുന്നു, ജാഅ റജുലുൻ ഇലാ ഉബാദത്ത് ബിൻ സ്വാമിത്ത്. ഉബാദത്ത് ബിൻ സ്വാമിത്ത് സ്വഹാബിയുടെ പേരാണ്. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അയാൾ പറയുന്നു, ഉബാദത്ത് ബിൻ സ്വാമിത്തെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ ഉബാദ, ഉബാദയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എന്റെ മനസ്സിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോ അള്ളാഹുവിന് ചെയ്യുന്ന ഒരു ഇബാദത്തിന്റെ കാര്യത്തിൽ അത് സ്വതക്കയാകാം. ആ സ്വതക്ക ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടാവുക അള്ളാഹു ഇത് ഇഷ്ടപ്പെടണം, അതോടൊപ്പം തന്നെ ഞാനിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരാൾക്ക് മുൻപിൽ കൂടി അവർ കൂടി അറിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാണ്. ആ അർത്ഥത്തിൽ പറഞ്ഞു. അത് ഏത് കാര്യം ചെയ്യുമ്പോഴും, അത് നിസ്കാരം പറയുന്നുണ്ട്, നോമ്പ് പറയുന്നുണ്ട്, സക്കാത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന ഇബാദത്തുകളിലൊക്കെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ റബ്ബ് എനിക്ക് ഇഷ്ടപ്പെടണം, എന്നാലോ മറ്റുള്ളവർ അത് കണ്ട് എനിക്ക് ഒരു സന്തോഷമാണ് എന്നിത്യാദി രീതിയിൽ സംസാരിച്ചു. ആ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു മാതൃക എന്നുള്ള നിലക്ക് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിച്ച ആളോട് പറയുന്നുണ്ട്, എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച്, നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് താങ്കളുടെ കർമ്മം അള്ളാഹ്ക്ക് ആവശ്യമില്ല, താങ്കളുടെ കർമ്മം അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം എന്നുള്ള നല്ല നീയത്തോടു കൂടി ചെയ്താൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് കബൂലാവുകയുള്ളൂ, സ്വീകാര്യതയുള്ളൂ എന്നുള്ളതാണ്. അവിടെ പറയുന്ന വാക്കെന്താണെന്നറിയോ? നിങ്ങളാ ചെയ്തതിന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം നഷ്ടപ്പെടാൻ കാരണം മറ്റൊന്നല്ല. അതെന്താണെന്നറിയോ? മറ്റൊന്നല്ല എന്ന് പറയാൻ കാരണം, താങ്കൾ അള്ളാഹുവിന്റെ കൂടെ ഒരു ശരീക്കിനെ കൂടി അവിടേക്ക് വെച്ചു, ഒരു ശരീക്കിനെ കൂടി വെച്ചു. ശരീക്ക് പങ്കുകാരനില്ലാത്ത ഒരു ഇബാദത്തെ അള്ളാഹ്ക്ക് ആവശ്യമുള്ളൂ. ഇതാണ് അകം ശുദ്ധിയാവുക. അവിടം തൊട്ട് അകം ശുദ്ധിയാവുകയും നമ്മൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവർ, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ, ആ അർത്ഥത്തിൽ വലിയ ശിർക്കൊന്നും ഇല്ലാത്തവരായ ആളുകൾ, അതോടൊപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ ശിർക്കിന്റെ എല്ലാ അടയാളങ്ങളിൽ നിന്നും മുക്തമായ ഒരു ജീവിതം റബ്ബിന് സമർപ്പിക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു കൃത്യമായ തിരിച്ചറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നൽകുന്നു. അതിന്റെ വിശദീകരണത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അത് ബോധ്യമായി കൊണ്ട് ഉൾക്കൊള്ളാനും അതുവഴി നമ്മുടെ ശഅബാനിന്റെ ദിവസങ്ങളെ കൃത്യമായി റമളാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമായി കൊണ്ട് റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തും റബ്ബിലേക്ക് തൗബ ചെയ്തും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനും പരിശ്രമിക്കുക. അള്ളാഹുവേ, നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയം നമുക്കെല്ലാവർക്കും അറിയാത്തൊരു വിഷയമൊന്നുമല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ വല്ലാത്ത നിലക്ക് സ്വാധീനിക്കേണ്ട ആയത്തുകൾ, ആ അർത്ഥത്തിലാണ് അതിനെ എടുക്കേണ്ടത്. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നതും നമ്മുടെ ജീവിതവും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ റബ്ബിന്റെ അടുക്കൽ നമുക്ക് നമ്മൾ ചെയ്തതിനൊന്നുമില്ല എന്നുള്ള ഒരു മറുപടിയോ ആ തരത്തിലുള്ള ഒരു സാക്ഷ്യമോ ഒക്കെയാണ് അവിടെ ഉണ്ടാവുന്നതെങ്കിലോ പിന്നെ ഈ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ ഈ അകം ശുദ്ധിയാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പുറം ശുദ്ധിയാവണം. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങളെ എപ്പോഴും നല്ല കരുതലോടുകൂടി മുന്നോട്ട് പോകണം. പിണക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പിണക്കങ്ങളുടെ ആയുസ്സാകെ 3 ദിവസമാണല്ലോ. അത് പറഞ്ഞത് ഒരു പിണക്കത്തിന്റെ കാര്യം മാത്രമല്ല, അത്രമേൽ സുദൃഢമായ ബന്ധം സത്യവിശ്വാസികൾക്കിടയിൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ വിഷയത്തിലൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്.
ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അത് മനസ്സിലാക്കാൻ വേണ്ടിക്കൂടിയാണ് ഇത് റമളാനിന്റെ വക്കത്ത് എന്നുള്ള നിലക്ക് ആ അർത്ഥത്തിലാണ് ഈ വിഷയത്തെ മുന്നോട്ട് വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ശിർക്കിന്റെ ഗൗരവം അത് എത്രമേൽ ഗൗരവപ്പെട്ടതാണ്. അതേപോലെ തന്നെ സ്വർഗം അത് നമുക്ക് തുറന്നു കിട്ടുക. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആയത്തുകളിൽ, അവിടുത്തെ ഹദീസുകളിൽ, അതേപോലെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന സൂറത്ത് ഫാത്തിർ വായിക്കുമ്പോൾ, ഫാത്തിർ സൂറത്തിന്റെ 34, 35 ആയത്തുകൾ നിങ്ങൾ വായിക്കും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്ന ഒരു സന്തോഷത്തിന്റെ വർത്തമാനം പറയുന്ന ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലാഹു. വഖാലു, അവർ പറയും, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന് സകല ദുഃഖവും നീക്കിപ്പോക്കി തന്നവനായ അള്ളാഹു, അവനാകുന്നു സർവസ്തുതിയും. വല്ലാത്ത സന്തോഷ, എല്ലാ ഇടങ്ങേറും പോയിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സന്തോഷത്തിലാണ് ആ ഹംദ് അവിടെ പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ, തീർച്ച ഞങ്ങളുടെ റബ്ബ് ഗഫൂറാണ്, ഞങ്ങൾക്കത് മനസ്സിലായി, എല്ലാം പൊറുക്കുന്നവനാണ്, ഷക്കൂറാണ്. ഞാൻ ചെയ്ത എന്റെ അമലുകൾക്ക്, നമ്മളൊക്കെ ചെയ്ത നമ്മുടെ അമലുകൾക്ക് നന്ദിപൂർവകമായി അതൊക്കെ ഏറ്റെടുത്ത് പ്രതിഫലം നൽകുന്നവൻ, നന്ദിയോടുകൂടി റബ്ബ് അത് ഏറ്റെടുത്തിട്ട് പ്രതിഫലം നൽകുന്നവൻ, അങ്ങനെയുള്ളവനാണ് ഷക്കൂർ. ഇതുണ്ടാവണമെങ്കിൽ എന്തു വേണം? റബ്ബിനെ കുറിച്ച് ഇന്ന റബ്ബനാ ലഗഫൂറുൻ ഷക്കൂർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജീവിതം അത് നമുക്ക് വേണം. അതിന് സാധിക്കുന്ന ഒരു മാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഒരു ആലോചന ഈ സമയത്ത് അനിവാര്യമാണ് എന്നുള്ള നിലക്കാണ് ആ വിഷയത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനിയുള്ള നാളുകൾ അതിനു വേണ്ടിയുള്ള സജീവതക്കാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇനിയും തുടർച്ചയായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബേ. വന്നു പോകുന്ന വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷങ്ങളും പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ, ദയാപരനും അർഹമുർറാഹിമീനുമായ നാഥ, തെറ്റുകുറ്റങ്ങളെ പൊറുക്കുന്നവനായ റബ്ബേ, ഞങ്ങൾ തൗബ ചെയ്യുകയും ബന്ധങ്ങൾ നന്നാക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നിന്റെ അടുക്കൽ നിന്ന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് മുൻപേ വിട പറഞ്ഞവർ, ഞങ്ങളുടെ മക്കളിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഞങ്ങൾക്ക് മുൻപേ വിട പറഞ്ഞവർ, ഞങ്ങളുടെ ഗുരുനാഥന്മാരിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് യാത്രയായി എത്തിയവർ, അല്ലാഹുവേ, അവർക്കെല്ലാം നിന്റെ അടുക്കൽ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അതിന് മുൻപേ തന്നെ നാഥ, നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനുമായ റബ്ബേ, നാഥ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ, ഞങ്ങൾക്ക് മുൻപേ വിട പറഞ്ഞവരായ എല്ലാവരുടെയും ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കുകയും അവരുടെ ബർസഖിനെ നന്നാക്കി കൊടുക്കുകയും ചെയ്യണമേ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين.